ഹലോ! 25 കോടി അടിക്കാത്തതിന്റെ സങ്കടത്തിലിരിക്കുന്ന ആളിനെ കണ്ടോ? ഏതൊരു ലോട്ടറി എടുത്തവന്റെ ആഗ്രഹമാണ് ഫസ്റ്റ് പ്രൈസ് അടിക്കുക, 25 കോടി അടിക്കുക എന്നുള്ളത്. പക്ഷെ നമുക്കടിച്ചത് ആകപ്പാടെ 500 രൂപ. അതിന്റെ ഒരു സന്തോഷമില്ലായ്കയില്ല. അതാണ് കണ്ണം പ്രകടിപ്പിച്ചത്. പക്ഷെ 25 കോടി അടിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു ദുഃഖം തന്നല്ലേ. പിന്നെ പാലക്കാട് നിന്ന് വന്ന ലോട്ടറി ടിക്കറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് വലിയ ആശ്വാസത്തിലൊക്കെ ഇരുന്നു. അത് അതിന്റെ വഴിക്ക് പോയി. ഇതെല്ലാ വർഷവും നടക്കുന്ന കാഴ്ചയാണ് ഇവിടെ. പിന്നെ രാവിലെ കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് അരിയാമെന്ന് വിചാരിച്ചു. ഇന്ന് പള്ളിയിൽ പെരുന്നാൾ ദിവസമാണ്. ഇന്നലത്തെ ക്ഷീണം കൊണ്ട് ഞാൻ ഇരുന്നുള്ളിയരിയാണ്. കാരണം പെട്ടുപോയി എന്ന് പറഞ്ഞ പോലെ പെട്ടുപോയ ഒരവസ്ഥയായിരുന്നു. ഇന്നലെ ഒരു വെയിറ്റൊക്കെ പൊക്കിയെടുത്തോണ്ടാന്ന് തോന്നുന്നു ആകെപ്പാടൊരു വയ്യായിക ഉണ്ടായിരുന്നു. പിന്നെ ദേണ്ടേ കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുക. സത്യത്തിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണോ ബിരിയാണി ഉണ്ടാക്കണോ ഒരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ആകട്ടെ എന്ന് വെച്ചിട്ടങ്ങ് ചെയ്യാൻ നിന്നതാണ്. കലത്തിൽ ഞാൻ നേരത്തെ ചോറിനുള്ള വെള്ളം വെച്ചിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് പട്ടയും കുറച്ച് എന്തുവാ ഇട്ടത് ഞാൻ പിന്നെ മറന്നുപോയല്ലോ, കുരുമുളക്, അങ്ങനെ കുറച്ച് ഏലക്ക കടിപിടി എല്ലാം കൂടി ഇട്ട് ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഗൗരിക്ക് ഈ ബിരിയാണി മിക്സ് ചെയ്ത് കൊടുക്കുന്ന വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. അവൾക്ക് ഈ ഫ്രൈഡ് റൈസ് ആക്കി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ചോറ് വെച്ചിട്ട് സെപ്പറേറ്റ് കറി. അപ്പം ഞാൻ ഇത് എന്ത് വേണം എന്നൊന്നും തീരുമാനിച്ചില്ല. അപ്പം ഞാൻ ആ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാട്ടാൻ വേണ്ടി വെച്ചേക്കുക. സത്യമായിട്ട് ഇത് ചെയ്യുന്നത് വരെ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇത് എന്ത് ചെയ്യണമെന്ന്. ഉള്ളി ഞാൻ വാട്ടാനിട്ടിട്ട് ഞാൻ അതിനകത്തോട്ട് ചിക്കൻ അങ്ങ് എടുത്തിട്ട് സത്യം പറഞ്ഞാൽ എല്ലാ കിളിയും പോയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഉള്ളി എടുത്തിട്ട് ചിക്കൻ എടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഇതിനകത്ത് മസാലയൊന്നും ഇട്ട് മൂപ്പിക്കാതാണല്ലോ ചിക്കൻ ഇട്ടേന്ന്. എന്തായാലും പോകുന്ന വഴിക്ക് പൊട്ടെന്നും പറഞ്ഞ് ഞാൻ വീണ്ടും അവിടെ തന്നെ അങ്ങ് നിന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ പ്ലാൻ ഒന്നുമില്ല. സത്യത്തിൽ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് പ്ലാൻ ചെയ്യും, ഇന്നത് ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ല. പോയ വഴിക്ക് അങ്ങ് പോയി എന്നുള്ള രീതിയിൽ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് ചിക്കൻ എടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത മസാലയൊന്നും ഇട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ വെന്തും വരട്ട് എന്ന് പറഞ്ഞിട്ട് ചിക്കനെ ഒന്ന് നന്നായിട്ട് അതിനകത്തിട്ട് അങ്ങ് ഇളക്കി. ആദ്യമേ വാട്ടി വെച്ചിരുന്ന ഉള്ളിയായിരുന്നു. ഉള്ളിക്കകത്തോട്ടാണ് ഈ ചിക്കനും കൂടെ എടുത്ത് തട്ടിയിട്ടത്. എന്നിട്ട് കുറച്ച് ഇഞ്ചിയൊക്കെ ഞാൻ നേരത്തെ ചതച്ച് വെച്ചിരുന്നേക്ക് അതിനകത്ത് ഇട്ടായിരുന്നു. അതിൻ്റെ അറ്റത്തൊക്കെ ഇരുന്നേക്ക് വടിച്ച് അതിനകത്ത് ഇടുന്നതാണ് ഈ കാണുന്നത്. ഒന്നും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഒരുവിധം തിളച്ച് ഞാൻ അരി ഇട്ടെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഈ ഫുൾ വീഡിയോ എനിക്കിത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എടുക്കുന്നതിന് മുമ്പേ ഫുള്ളായിപ്പോയി, സ്റ്റോറേജ് ഫുള്ളായിപ്പോയി. ഫോണിൻ്റെ കുറേ ഡിലീറ്റ് ചെയ്യണ്ടായിരുന്നു. അത് പിന്നെ ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ കൊണ്ടുപോയത് കുറച്ച് കറിവേപ്പില ഇന്നലെ ചിത്രവല്യമ്മച്ചി വന്നപ്പോൾ തന്നതാ. അത് കൊണ്ട് തന്നു. അത് അന്നേരം എടുത്ത് എവിടെയോ വെച്ച് എനിക്ക് മറന്നുപോയി. കാരണം പിന്നെ ഇന്നലത്തെ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അങ്ങ് വിട്ടുപോയി. അങ്ങനെ അതിനെ എടുത്ത് പിച്ചിപ്പറിച്ച് അതിനകത്തോട്ടിട്ടാണ് കഴുകിക്കൊണ്ടുവന്ന്. പിന്നെ അങ്ങനെ എല്ലാവർക്കും ഒരുവിധമൊക്കെ ഒതുക്കി പാത്രങ്ങളെല്ലാം കഴുകിയൊക്കെ എടുക്കാൻ കൊണ്ടുപോയി. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കിയേക്കാം. ഫ്രൈഡ് റൈസ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും സാലഡ് വേണമല്ലോ. അപ്പോൾ ഞാൻ കണ്ണനെ കൊണ്ട് നേരത്തെ തൈര് മേടിപ്പിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതിനുള്ള ഉള്ളി അരിയുക. നേരത്തെ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ കയ്യുറയായിരുന്നു. വിരലുറ ഞാനെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവെക്കും, എവിടെയാണ് കൊണ്ടുവെക്കുന്നതെന്ന് ഓർമ്മ കാണത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് വഴി കൂടെ പോകുന്നവരെയൊക്കെ വായി നോക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. കാരണം പെരുന്നാൾ ആയതുകൊണ്ട് എല്ലാ വീടുകളിലും ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ആരൊക്കെയാ എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. പിന്നെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയില്ല, മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളകും ഇട്ട്. ഇത്രയും മാത്രമേ ഞാൻ ഇട്ടുള്ളൂ കേട്ടോ. ഒരു ശകലം മുളക് പൊടി ഇട്ട് അത്രയും മസാല ചേർത്താൽ മതി എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആ ചുമന്ന കളറല്ലാതെ ഒരു കറുത്ത കളറിലുള്ള മസാല കിട്ടുമല്ലോ. ആ ഒരു മസാല പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കറി വെച്ചിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. ഇത്ര എത്തിയപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. പിന്നീട് എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ബിരിയാണിയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മീനാക്ഷി എന്ന് കാണാനായിട്ട് മീനാക്ഷിയുടെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് KFC കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ KFC കഴിക്കാനായിട്ട് കയറി. കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്നു ഒന്ന് KFC കഴിക്കണമെന്ന്. ഒത്തിരി നാളായി കഴിച്ചിട്ട്. അങ്ങനെ അച്ഛനും മക്കളും കൂടെ അവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി അതൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി നേരെ വന്നത് പള്ളിയിലോട്ട്. നമ്മൾ എല്ലാ വർഷവും രാത്രിയാട്ടോ പോകുന്നത്. പെരുന്നാളിൻ്റെ അന്ന് ഒരു സന്ധ്യയൊക്കെ ആകുമ്പോൾ പോയി രാത്രി അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് വരും. അങ്ങനെ ഈ പ്രാവശ്യവും പോയി. അപ്പം മിക്കയിൽ മാലാഖിനെയൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ എടുത്ത് വെച്ചിരിക്കും. നമുക്ക് മാലയൊക്കെ ഇടാം, പ്രാർത്ഥിക്കാം. പിന്നെ അവിടുത്തെ മറ്റേ ലൈറ്റിൻ്റെയൊക്കെ ഇതായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. രൂപങ്ങളുടെയൊക്കെ ഇത് വെച്ചിട്ട് നല്ല രസമായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് തിരക്ക് കുറയും. അപ്പോഴത്തേക്ക് റാണിയും പിള്ളേരും അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവരുടെ അടുത്ത് ഇച്ചിരി നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ അതേ കണ്ടില്ല. അന്ന് നമ്മുടെ അവിടെ പ്രദക്ഷിണത്തിന് വന്നപ്പോൾ കൊണ്ടുവന്ന രൂപങ്ങളാട്ടോ ഇതൊക്കെ. പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോയി. അവിടെ രാത്രി വരെയും അന്നദാനം കാണും. അപ്പോൾ അന്നദാനം കഴിക്കാനായിട്ട് പോയി. സ്നേഹവിരുന്നെന്നാണ് കേട്ടോ അവർ പറയുന്നത്. നമ്മൾ അന്നദാനം എന്ന് പറയും. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി പോയി. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റുള്ള ആഹാരമായിരുന്നു. സാമ്പാർ, അവിയൽ,
വെജിറ്റേറിയൻ മാത്രമേ കാണൂ, സാമ്പാർ, അവിയൽ, രസം, അങ്ങനെ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു. കണ്ണൻ കഴിച്ചില്ല, കണ്ണന് KFC ഒക്കെ കഴിച്ചിട്ട് വയറ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് ഗൗരി ഒരു ശകലം കഴിച്ച്, പിന്നെ കണ്ണന് ഞാൻ കുറച്ച് വാരിയൊക്കെ കൊടുത്തു. അപ്പോൾ ഇത് ഇങ്ങനെ ക്യൂ നിന്നാണ് പോകുന്നത്. ഞങ്ങളെന്നപ്പോൾ വലിയ തിരക്കില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കയറി അങ്ങ് കഴിച്ചിട്ട് വന്നു. കഴിക്കാൻ പറ്റി. ഇവിടെ നിന്ന് വിളമ്പി കൊടുക്കുന്നത് ചേട്ടന്മാരൊക്കെയാണ് വിളമ്പിയൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്നപ്പോഴത്തേക്ക് കാണാം വിളിച്ചു പറയുന്നു കൊടി ഇറങ്ങുന്ന സമയമായി. കൊടി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ലൈറ്റ് ഷോ ഉണ്ട് എന്നൊക്കെ. അപ്പൊ കണ്ണന്റെ കൂട്ടുകാരൊക്കെ കണ്ണനോട് പറഞ്ഞു ലൈറ്റ് ഷോ ഭയങ്കര സംഭവമാണ്, കാണാൻ നീ വരണേ എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് ഇതേ കൊടി ഇറങ്ങുന്ന സമയമായി. കൊടി ഇറങ്ങാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഒരു ഇതിൽ കൊടി കയറുന്ന കണ്ട കൊടി ഇറങ്ങുന്നേം കാണണമെന്ന് പറയും. പക്ഷേ ഞങ്ങൾ കൊടി കയറുന്ന ഇവിടെ കണ്ടിട്ടില്ല, കൊടി ഇറങ്ങുന്നത് മാത്രമേ കണ്ടോളൂ. നമ്മളവിടെ ചെന്നപ്പോൾ കൊടി ഇറങ്ങുന്ന സമയമായിരുന്നു. ആ സമയത്ത് കൊടി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കൊടി ഇറങ്ങുന്നത് അവിടെ നിന്ന് കുറച്ച് സമയം കണ്ട്. അപ്പോഴത്തേക്ക് കൊടിയൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ കൊടിയൊക്കെ ഇറങ്ങി ഞങ്ങൾ അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് കേട്ടോ. സാധാരണ ഞങ്ങൾ ചെന്ന് കഴിച്ച് നേർച്ചയൊക്കെ കൊടുത്ത് ഇങ്ങ് പോരുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം അവൾ ഇത്രയും സമയം നിന്ന്, അത് ഈ ലൈറ്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇത്രയും സമയം നിന്ന്. അപ്പോഴത്തേക്ക് ഇത് ലൈറ്റ് ഷോ തുടങ്ങുന്നെന്നും പറഞ്ഞ് ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ കേട്ട്, പിന്നെ ഒരു പാട്ടും ബഹളവും ഒരു DJ സോങ്ങും ഒക്കെ വെച്ച് ഭയങ്കര ഒരു ബഹളം കേട്ടു. അപ്പോൾ എല്ലാവരും അങ്ങ് പള്ളിയുടെ ഫ്രണ്ടിലോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളും കൂടെ പോയി അവിടെ നിന്ന്. അപ്പോൾ ഈ കൊടി ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ കമ്പമൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ടുണ്ടായിരുന്നല്ലോ, ഒത്തിരി ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു പടക്കം പൊട്ടിക്കലും ഒരു കമ്പത്തിൻ്റെ ഒരു തെരുവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് സമയം അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിന്ന്. കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനെല്ലാം. വളരെ ഭംഗിയുള്ള ഒരു പെരുന്നാളായിരുന്നു ഈ വർഷത്തെ പെരുന്നാൾ. എല്ലാം വളരെ നല്ല സമാധാനമായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. എൻ്റെ അടുത്ത് മീനാക്ഷിയുടെ അമ്മ അവിടെ ചെന്നപ്പം ചോദിച്ചു എന്താണ് ഈ പള്ളിയിലെ വിശേഷമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളവിടെ കുറച്ച് ആൾക്കാരേ ഉള്ള ഹിന്ദുക്കൾ, ബാക്കിയെല്ലാം ക്രിസ്ത്യൻസാണ്. അപ്പം നമ്മൾ പള്ളിയിൽ ആഘോഷിക്കും, ഉത്സവം വന്നാൽ അവരും ആഘോഷിക്കും. അപ്പോൾ എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷിക്കും. അപ്പോൾ നമ്മളിവിടെ എല്ലാ ആൾക്കാരും വരും കേട്ടോ. നമ്മൾ ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യൻസെന്നോ അങ്ങനെയൊന്നുമില്ല. പള്ളിയിൽ എല്ലാ ആൾക്കാരും ഈ പെരുന്നാൾ ദിവസം പ്രത്യേകിച്ച് എല്ലാവരും വരും. അപ്പോൾ അത് ലൈറ്റ് ഷോ ഒക്കെ തുടങ്ങി. ഈ ലൈറ്റ് ഷോ എന്തുവായിരുന്നു സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും മനസ്സിലായില്ല, അവിടെ നിന്ന് പലർക്കും മനസ്സിലായില്ല. എന്തൊക്കെയോ DJ സൗണ്ട് പാട്ടൊക്കെ കേട്ട് ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലൈറ്റ് കത്തുന്നത് കാണാൻ അത്ര ഭംഗിയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഇതെന്താണ് സംഭവിച്ചതെന്ന്. ഈ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു ലൈറ്റ് പല കളറായിട്ട് ഇങ്ങനെ അടിച്ചെന്നേ ഉള്ളൂ. അത് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ഒന്നും കാണാൻ വേണ്ടിയുള്ളൊരിത് തോന്നിയില്ല. അത് എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. കണ്ണൻ വലിയ ബിൽഡപ്പൊക്കെ തന്നത് കൊണ്ടുപോയതാണ്, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ലൈറ്റ് ഷോ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇതാണോ ലൈറ്റ് ഷോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഇതുവരെ ലൈറ്റ് ഷോ കണ്ടിട്ടുമില്ല. അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് അതൊക്കെ കണ്ട്. പിന്നെ ബഹളം, ഒരു പാട്ട്, ഒരു DJ സോങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേൾക്കാൻ നല്ല രസമുള്ളതുകൊണ്ട് അവിടെ കുറേ സമയം നിന്നു. പിന്നെ കുറേ ആൾക്കാരെയൊക്കെ കണ്ട്. ചിലവരെയൊക്കെ നമ്മൾ ഇതേണക്ക് എന്തെങ്കിലും വിശേഷം വരുമ്പോഴേ കാണത്തുള്ളൂ, ഉത്സവം, കല്യാണം, അല്ലെങ്കിൽ ഇതേണക്ക് പെരുന്നാൾ. അപ്പോൾ കുറേ നാൾ കാണാതിരിക്കുന്നവരെ കാണും. ചിലപ്പോൾ വർഷത്തിൽ ഒരു തവണയൊക്കെ ആയിരിക്കും ഇവരെയൊക്കെ കാണുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത്. അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമല്ല. അപ്പോൾ അവരെയൊക്കെ കണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടവരെ കണ്ട്, ഒരുപാട് വർഷം മുമ്പ് കണ്ടവരെ കണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഇപ്പം കാണുന്നവരെ കണ്ട്, അങ്ങനെ എല്ലാവരെയും കണ്ട് കുറേ സമയം അവിടെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ലൈറ്റ് ഷോ എന്തൊക്കെയോ ഒരു പരുവമായി. അങ്ങനെ ഞങ്ങളും കുറച്ച് സമയം ഇതൊക്കെ നോക്കിക്കൊണ്ട് നിന്ന്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും സംഭവിക്കുമോ, ഇനി എന്തെങ്കിലും സംഭവിക്കുമോ. അവസാനം ഇതങ്ങ് നിന്നപ്പോഴാണ് മനസ്സിലായത് ലൈറ്റ് ഷോ തീർന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എന്താണ് ലൈറ്റ് ഷോ എന്നൊന്നും മനസ്സിലായില്ല. ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്നും നമുക്ക് മനസ്സിലായില്ല. എനിക്ക് മാത്രമല്ല തോന്നിയെന്ന് തോന്നുന്നു അവിടെ നിന്നവരൊക്കെ ചോദിച്ച് തീർന്നോ എന്ന്. അപ്പം ഇനി എന്തെങ്കിലും വരുമോ എന്ന് കരുതി ഞങ്ങളും കുറേ സമയം അവിടെ നോക്കി നിന്നു. പക്ഷെ ഒന്നും വന്നില്ല. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ പിരിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പം പിന്നെ ഞങ്ങളും ഇങ്ങ് പോരാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഷോ ഒക്കെ കണ്ട് ഇങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഇവിടെ നിന്നാണ് ആ ലൈറ്റ് ഷോയുടെ വെട്ടം പോകുന്നത്. പക്ഷേ ഇതിനകത്തോട്ട് അടിക്കുമ്പം അത് അങ്ങോട്ട് അത്ര എഫക്റ്റ് ചെയ്യാത്ത കണക്ക് തോന്നിയതുപോലെ തോന്നി. പക്ഷേ പള്ളി ഒരുക്കി കേൾക്കുന്ന ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു ലൈറ്റൊക്കെ. പക്ഷേ ഈ ലൈറ്റ് ഷോയുടെ ഉദ്ദേശം എന്തായിരുന്നെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പള്ളിയിൽ നിന്ന് ഇങ്ങ് ഇറങ്ങി. ഞങ്ങൾ പിന്നെ സിബി ചേച്ചിയൊക്കെ കണ്ടു. അപ്പോൾ എല്ലാവരും അവിടെ തന്നെയൊക്കെ ഉണ്ടായിരുന്നു. സിബി ചേച്ചിയും ജോർദാനെയൊക്കെ അവിടെ വെച്ച് കണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരെ കണ്ട്. ഞാൻ പറഞ്ഞില്ലേ വർഷത്തിലൊരിക്കയോ വർഷങ്ങളോളം കാണാതിരുന്നതുകൊണ്ട്. ഞാൻ പിന്നെ ഹെലൻ ചേച്ചിയൊക്കെ കണ്ടു. അവരെയൊക്കെ ഒത്തിരി വർഷത്തിന് ശേഷമായിരുന്നു കണ്ടത്.
അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഈ എന്താ പറയണ്ട, നമ്മൾ വർഷത്തിലൊക്കെ ആയിരിക്കും ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ കാണുന്നതും എടുക്കുന്നതൊക്കെ. അപ്പോൾ അവരെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അതേണ്ട ഇവിടെ രൂപക്കൂടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്ത ക്ഷീണമൊക്കെ മാറ്റാൻ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ റോഡ് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞങ്ങൾ വണ്ടി വീട്ടിൽ കൊണ്ടിട്ടിട്ടാണ് വന്നത്. മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് വന്ന വഴിക്കങ്ങ് കയറിയതാണ്. അങ്ങനെ ഐസ്ക്രീം മേടിച്ച് നടന്നു വന്നപ്പോൾ ഗൗരിക്ക് എന്തൊക്കെയോ സാധനം വേണോ, അത് വേണോ, ഇത് വേണോ എന്ന് പറഞ്ഞ് ഗൗരി ഭയങ്കര ബഹളമായിരുന്നു വഴിനീളെ. പക്ഷെ ഞാൻ മേടിച്ചു കൊടുക്കാൻ സമ്മതിച്ചില്ല. കാരണം അവൾക്ക് എവിടെ ഇറങ്ങിയാലും ഇതേ കണക്കുള്ള കുറെ ആക്രി വേണം, അത് വേണം, ഇത് വേണം എന്നും പറഞ്ഞ് എപ്പോഴും അങ്ങ് നിൽക്കും. അത് നമ്മൾ കരഞ്ഞ് അവളെന്തെങ്കിലും മേടിപ്പിക്കും. ഇപ്പൊ കരഞ്ഞപ്പോഴും ഞാൻ മേടിക്കാൻ സമ്മതിച്ചില്ല. മേടിക്കേ വേണ്ട എന്ന് പറഞ്ഞ് വന്നത്. അങ്ങനെ അച്ഛൻ മേടിച്ചു കൊടുത്തില്ല. അപ്പൊ ഐസിൽ ഒതുക്കി. അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടെ ഐസൊക്കെ കുടിച്ച്. കണ്ണൻ വീഡിയോ പിടിച്ച് പുറകെ വരുന്നോണ്ടാണ് കണ്ണനെ കാണാത്തത്. അങ്ങനെ പോയ കഥയും വന്ന കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ഈ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി വീട്ടിൽ ഇരുന്ന കുറേ എണ്ണത്തിനെ വിളിച്ചും വരുത്തിയായിരുന്നു. അവളുമാരെന്നെ അവിടെ വന്നിട്ട് ചീത്ത വിളിച്ച്. ആ കഥയും പറഞ്ഞും കൊണ്ട് വരുവാണ്. അവളുടെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ലൈറ്റ് ഷോ തുടങ്ങാൻ പോകുന്നു, വേഗം വാ വേഗം വാന്ന്. അങ്ങനെ വീട്ടിൽ ഇരുന്നവളെയും വിളിച്ച് അവിടെ കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഗൗരിദേവ് ഉണ്ടാക്കിയ സംഭവമാണ് ഇത് കേട്ടോ. എന്താ അത് ഗൗരിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇന്നലെ നമ്മൾ വെള്ളം കൊടുത്തേക്കിട്ട് ഗ്ലാസ് കുറച്ചൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് വെട്ടിയൊക്കെ എന്തൊക്കെയോ ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ഗൗരിക്ക് അതിനകത്ത് മുത്തൊക്കെ ഇട്ട് കണക്ട് ചെയ്ത് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാക്കി. ഗൗരി അത് വീഡിയോ എടുക്കുക എല്ലാവരും കാണിക്കുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തതാ. അത് കണ്ട പഴയ ഉറിയുണ്ടല്ലോ, അത് കണക്ക് തോന്നും. അങ്ങനെ അവളത് സെറ്റ് ചെയ്തിട്ട് അവള് ആർക്കാ കൊടുക്കണോന്നൊക്കെ പറയുന്നത് കേട്ടാ. ശ്യാമോന്റെ അടുത്ത് കുഞ്ഞാവയ്ക്ക് കൊടുക്കണം, അവന് കെട്ടിത്തൂക്കി കൊടുക്കണോന്ന്. പിന്നെ രാത്രി ഗൗരിയുടെ കാലിലൊക്കെ മരുന്നൊക്കെ വെച്ച്. കുറച്ചുകൂടെയൊക്കെ ഉണങ്ങാനുണ്ട്. കാലിങ്ങനെ വലിയ കാരണം പെട്ടെന്ന് അതങ്ങോട്ട് ഉണങ്ങി വരുന്നില്ല. അങ്ങനെ കുറച്ച് മരുന്നൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി കാലിലെ മുറിവിലൊക്കെ സലൈൻ വാട്ടറൊക്കെ വെച്ച്. അപ്പൊ അത്രയേ ഉള്ളൂ.